Welcome to BSc Session Physics Main, Semester 6, 57th lecture, Computer Mathematics, number 5, Numerical Differentiation, BSc Session Physics, lecture number 57, Numerical Differentiation. So what is numerical differentiation? Let us see what is numerical differentiation. Newton-Gregory formula for forward difference, backward difference and central difference. അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ അത് നമ്പേഴ്സ് വെച്ചിട്ടാണ്. നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതിനൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുലയെ വിളിക്കുന്ന പേരാണ് ന്യൂട്ടൺ-ഗ്രിഗറി ഫോർമുല. ന്യൂമറിക്കൽ ഡിഫറൻസിയേഷന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഫോർമുലയുടെ പേരാണ് ന്യൂട്ടൺ-ഗ്രിഗറി ഫോർമുല. ന്യൂട്ടൺ-ഗ്രിഗറി ഫോർമുല ഫോർ forward difference, backward difference and central difference. Central difference. അപ്പോൾ അതാണ് ഈ ഫോർമുലയുടെ പേര്. ഫോർമുലയുടെ പേര് ന്യൂട്ടൺ-ഗ്രിഗറി ഫോർമുല ഫോർ ന്യൂമറിക്കൽ ഡിഫറൻസിയേഷൻ. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഈ ഗ്രാഫ് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഫോർമുല എഴുതുന്നത്. ഇത് ഒരു y=fx ഒരു ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ എഫ് ടി. നമ്മൾ എക്സ് ആക്സിൽ ടിയും വൈ ആക്സിൽ വൈ ആണ് എടുക്കുന്നത്. അപ്പോൾ വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. എക്സിന് പകരം ഇവിടെ ടൈമാണ്. മിക്കവാറും ടൈം വേരിയിങ് കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് കാണിച്ചിരിക്കുകയാണ്. എക്സ് ആക്സിൽ ടൈം എടുക്കും, വൈ ആക്സിൽ വൈ എടുക്കും. വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. അപ്പോൾ ആ കിട്ടുന്ന ഗ്രാഫാണ് വളഞ്ഞ് കാണുന്ന ഗ്രാഫ്. അത് എ ബി എന്ന് പറയും. അത് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് നമ്മൾ 2 പോയിന്റ് കാണിച്ചിരിക്കുകയാണ്. ഒന്ന് അപ്രോക്സിമേഷൻ ലൈനാണ് വരച്ചിരിക്കുന്നത്. അവിടെ ആദ്യം നമ്മൾ എയിലാണ് ട്രൂ ഡെറിവേറ്റീവ് ഇരിക്കുന്നത് പറയും. ട്രൂ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് അവിടെ എയിൽ ഇരിക്കുന്നത് ട്രൂ ഡെറിവേറ്റീവ് എന്നാണ്. ട്രൂ ഡെറിവേറ്റീവ് ബിയിലൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ എയിലാണ് കറക്റ്റ് ഡെറിവേറ്റീവ് ഇരിക്കുന്നത്. നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ ഡെറിവേറ്റീവിന് ചെറിയൊരു മാറ്റം വരാം. അപ്പോൾ എയും ബിയും തമ്മിൽ നമ്മൾ 2 ടൈം ഇൻ്റർവൽ വിചാരിക്കും. എയിലെ ടൈമിന് ടി ഐ എന്ന് പറയും, ബിയിലെ ടൈമിന് ti+1 എന്ന് പറയും. i+1 സഫിക്സ് ആണ്, ടി ഐയിൽ ഐ സഫിക്സ് ആണ്. അപ്പോൾ ഈ ടി ഐ മുതൽ ti+1 വരെയുള്ള ടൈം ഗ്യാപ്പിനെ എച്ച് എന്ന് വിളിക്കും. എച്ച് അല്ലെങ്കിൽ ഡെൽറ്റ ടി എന്ന് പറയും. ഡെൽറ്റ ടി. ടി ഐ മുതൽ ti+1 വരെയുള്ള ടൈം ഗ്യാപ്പിനെ, അതായത് ti+1 മൈനസ് ടി ഐ, അതിനെ നമ്മൾ എച്ച് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഡെൽറ്റ ടി എന്ന് വിളിക്കും. വൈ ആക്സിൽ ഫംഗ്ഷൻ എടുത്തിരിക്കുന്നത്, ശരിക്കുള്ള ഡെറിവേറ്റീവ് ഇരിക്കുന്നത് എയിലാണ് എന്ന് ഓർക്കുക. ഇനി അടുത്തൊരു ഗ്രാഫ് നോക്കിയേ, ഫിഗർ ബി. അതുപോലെ വരച്ചിരുന്ന ഗ്രാഫാണ്. ബി ആണ് ഫൈനൽ പോയിന്റ്, അവസാനത്തെ പോയിന്റ്. അവിടെയാണ് ട്രൂ ഡെറിവേറ്റീവ് ഇരിക്കണമെന്ന് പറയുന്നത്. ഈ കേസിൽ എയിലല്ല ട്രൂ ഡെറിവേറ്റീവ്. ബാക്കി എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അവസാനത്തെ ടൈമിന് ടി എന്ന് പറയും. ആദ്യമുള്ള എയിലെ ടൈമിന് ti-1 എന്ന് പറയും. വൈ ആക്സിൽ y=ft നമ്മൾ എടുക്കും. അപ്പോൾ അത് ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുലയ്ക്കുള്ള ഗ്രാഫാണ്. ദ ഫിഗർ ഇല്ലസ്ട്രേറ്റ്സ് ദ വേരിയേഷൻ ഓഫ് y=ft വിത്ത് റെസ്പെക്ട് ടു ടൈം ഇൻ ദി ഗ്രാഫ് എ. നമ്മൾ നേരത്തെ കണ്ടത് എ ഇസ് ദി ട്രൂ ഡെറിവേറ്റീവ് വിച്ച് ഈസ് കാൽക്കുലേറ്റഡ് ഇനിഷ്യലി. ഇനി ഈ ഒരു ഗ്രാഫിൽ നോക്കുക. ഈ ഒരു ഗ്രാഫിൽ എ ബി ഗ്രാഫാണ്. ട്രൂ ഡെറിവേറ്റീവ് ഇരിക്കുന്ന നടുക്കാണിരിക്കുന്നത്. അപ്പോൾ നടുക്കുള്ള ടൈമിന് മുമ്പുള്ള എയിലെ ടൈം ti-1 എന്നും, സിയിലെ ടൈം ടി ഐ എന്നും, ബിയിലെ ടൈം ti+1 എന്നും വിചാരിക്കും. അപ്പോൾ മൊത്തകലം 2h ആയിട്ട് എടുക്കണം. മറ്റേത് h ആണെങ്കിൽ ഇവിടെ മൊത്തകലം 2h ആയിട്ട് എടുക്കണം. വൈ ആക്സിൽ y=ft തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഫിഗർ ബി നമ്മൾ നേരത്തെ കണ്ടു, എയും കണ്ടു. ഇത് സി ആണ് ഫിഗർ. ഫിഗർ ബി എന്താണ് പറയുന്നത്? അവിടെ ബിയിലാണ് ട്രൂ ഡെറിവേറ്റീവ്, ക്യാപിറ്റൽ ബിയിൽ. ഇനി ഗ്രാഫ് ബി, ട്രൂ ഡെറിവേറ്റീവ് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് എൻഡ് പോയിന്റ് ആൻഡ് ഇൻ ദി ലാസ്റ്റ് ഗ്രാഫ്, ഈ കാണുന്ന ഗ്രാഫ്, ആൻഡ് ലാസ്റ്റ് ഗ്രാഫ് സി, ദ ട്രൂ ഡെറിവേറ്റീവ് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് ദി സെൻട്രൽ പാർട്ട്, സെൻട്രൽ പോയിന്റ് സിയിലാണ് ട്രൂ ഡെറിവേറ്റീവ്. ഇപ്പോൾ 3 ഗ്രാഫുകളാണ് നമ്മൾ തുടർച്ചയായിട്ട് കണ്ടത്. ഫസ്റ്റ് ഗ്രാഫിൽ എയിലാണ് ട്രൂ ഡെറിവേറ്റീവ് ഇരിക്കുന്നത്,
സെക്കൻഡ് ഗ്രാഫിൽ ബിയിലാണ് ട്രൂ ഡെറിവേറ്റീവ് ഇരിക്കുന്നത്. ഈ തേർഡ് ഗ്രാഫിൽ ട്രൂ ഡെറിവേറ്റീവ് വരുന്നത് സെൻട്രലാണ് വരുന്നത്. ആ വ്യത്യാസം നമ്മൾ ആദ്യം എച്ച്, രണ്ടാമത്തെ എച്ച്, ഇവിടെ 2h എന്ന് പറയും. കാരണം ട്വിസ്റ്റ് ടൈമാണ് എക്സ് ആക്സിൽ ഇവിടെ വരിക. അപ്പോൾ ഗ്രാഫ് നോക്കിയിട്ട് നമ്മൾ ട്രൂ ഡെറിവേറ്റീവ് ആണെങ്കിൽ dy/dt ലിമിറ്റ് Δt → 0 Δy/Δt അങ്ങനെയാണല്ലോ നമ്മൾ ട്രൂ ഡെറിവേറ്റീവ് പറയുക. അതെങ്ങനെയാണ്? ആ dy വ്യത്യാസം ഗ്രാഫ് നോക്കിയാൽ കാണാം. dy വ്യത്യാസം ഈ y ആക്സിലെ വാല്യൂ എയിലും ബിയും തമ്മിലുള്ള വാല്യൂ വ്യത്യാസം, പിന്നെ dt എന്ന് പറയുന്നത് താഴെ ടൈം വ്യത്യാസം. ടൈം വ്യത്യാസം നമ്മൾ എന്ത് പറയും? താഴെ ടൈം വ്യത്യാസം h എന്ന് പറയും. h ti മൈനസ് ti ആണ് കേട്ടോ. ti മൈനസ് ti മൈനസ് 1 ആണ് ടൈം. അപ്പോൾ ഓരോന്നിനും അതുപോലെ ടൈം കണ്ടുപിടിക്കും. ഫസ്റ്റ് ഗ്രാഫിൽ h, സെക്കൻഡ് ഗ്രാഫിൽ h. സെക്കൻഡ് ഗ്രാഫിലെ ടൈം എന്ന് പറഞ്ഞാൽ ti മൈനസ് 1 ആണ്. ഫസ്റ്റ് ഗ്രാഫിലെ ടൈം എന്ന് പറഞ്ഞാൽ വ്യത്യാസം ti+1 മൈനസ് ti ആണ്. തേർഡ് ഗ്രാഫിൽ അതുപോലെ വ്യത്യാസം ഡബിൾ വരും, അത് 2h എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് ഗ്രാഫിൽ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടാൽ കിട്ടുന്ന ഉത്തരം നോക്കൂ. ഫസ്റ്റ് ഗ്രാഫിൽ ഡെറിവേറ്റീവ് കണ്ടാൽ ഇൻ ദ ഗ്രാഫ് എ dy/dt = ആ വ്യത്യാസം എടുക്കണം. y ആക്സിൽ വ്യത്യാസം എയും ബിയും തമ്മിൽ വ്യത്യാസം, എക്സ് ആക്സിൽ എയും ബിയും തമ്മിൽ വ്യത്യാസം. അത് yi+1 മൈനസ് yi/ti+1 മൈനസ് ti. ആ ഗ്രാഫിലേക്ക് ഒന്ന് തിരിച്ചു പോയി നോക്കിയാൽ കാണാം. താഴെ കാണുന്ന ti+1 മൈനസ് ti നമ്മൾ h എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുന്നത് കൊണ്ട് നമുക്ക് ഡെറിവേറ്റീവ് ഇങ്ങനെ പറയാം. ട്രൂ ഡെറിവേറ്റീവ് ആസ് പെർ ഗ്രാഫ് എ. ഒന്നാമത്തെ ഗ്രാഫിലെ എയിലുള്ള ട്രൂ ഡെറിവേറ്റീവ് നമുക്ക് എഴുതാം dy/dt = yi+1 മൈനസ് yi/h. ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഈ ഫോർമുല, ഈ ഒന്നാമത്തെ ഫോർമുല, അതിനെ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല. ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല എന്നാണ് പറയുന്നത്. ഗ്രാഫ് ബിയിൽ ഇതുപോലെ നമ്മൾ ട്രൂ ഡെറിവേറ്റീവ് കണ്ടാൽ കിട്ടുന്നത് dy/dt yi മൈനസ് yi-1/h. ഇവിടെ h എന്ന് പറഞ്ഞാൽ അറിയാലോ. h എന്ന് പറഞ്ഞാൽ ti മൈനസ് ti-1 ആണ്. ഇക്വേഷൻ നമ്പർ 2. ദിസ് ഈസ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല. ഇതിനെയാണ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല എന്ന് പറയുന്നത്. ഇനി ഗ്രാഫ് സി dy/dt yi+1 മൈനസ് yi-1/2h. ദിസ് ഈസ് സെൻട്രൽ ഡിഫറൻസ് ഫോർമുല. ഇവിടെ 2h എന്ന് പറഞ്ഞാൽ ti+1 മൈനസ് ti-1 ആയിരിക്കും. ആ ഗ്രാഫിലേക്ക് പോയി നോക്കുക. ഇവിടെ 2h എന്ന് പറയുന്നത് ti+1 മൈനസ് ti-1 ആയിരിക്കും. അപ്പോൾ ഇതാണ് 3 ഫോർമുല. ഒന്ന് പ്രത്യേകം വായിച്ച് നോക്കണം. സിമ്പിളാണ് കാര്യങ്ങൾ. ആദ്യം എ എന്നുള്ള പോയിന്റ് എടുക്കും, പിന്നെ ബി എന്നുള്ള പോയിന്റ് എടുക്കും, പിന്നെ സെൻട്രൽ പോയിന്റ് സി എടുക്കും. ഓരോ പോയിന്റിലും ഡെറിവേറ്റീവ് കാണുകയാണ്. അത് dy/dt എന്ന് എടുക്കണം. dy y ആക്സിൽ ഡിഫറൻസ്, ആ dt എക്സ് ആക്സിൽ ഡിഫറൻസ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ടോ ഒക്കെ ചോദിക്കാം. ഒബ്റ്റെയിൻ ഫോർവേഡ് ഡിഫറൻസ്, ബാക്ക്വേർഡ് ഡിഫറൻസ് ആൻഡ് സെൻട്രൽ ഡിഫറൻസ് ഫോർമുല ഫോർ ദി ഫംഗ്ഷൻ y is ft ഈ ന്യൂമറിക്കൽ ഡിഫറൻസിയേഷൻ. അതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഐഡിയ നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെയും അറിയാലോ, ഇത് ന്യൂമറിക്കൽ മെത്തേഡാണ്, കമ്പ്യൂട്ടർ മാത്തമാറ്റിക്സ് ആണ്, കുറച്ച് കാൽക്കുലേഷൻ വരുന്ന ഭാഗമാണെന്ന് അറിയാമല്ലോ. യൂസ് ദ ഫോർവേഡ് ഡിഫറൻസ് formulas, backward difference formula and the central difference formula to estimate the velocity of a rocket from the table given below. Hence find the difference in the calculated value of the velocity. അപ്പോൾ നമ്മൾ ഈ ന്യൂമറിക്കൽ ഡിഫറൻസിയേഷൻ വെച്ചിട്ട് വെലോസിറ്റി കാണുമ്പോൾ തന്നിരിക്കുന്ന വാല്യൂവിൽ നിന്ന് ചെറിയ വ്യത്യാസം വരാം. എന്താണ് വ്യത്യാസം കണ്ടുപിടിക്കുക, അതാണ് ചോദ്യം. ന്യൂമറിക്കൽ ഡിഫറൻസിയേഷൻ വെച്ചിട്ട് നമ്മൾ ഈ ഡെറിവേറ്റീവ് കണക്കൂട്ടുമ്പോൾ തന്നിരിക്കുന്ന ആ വെലോസിറ്റിയുടെ ഉത്തരത്തിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന ഉത്തരത്തിൽ ചെറിയ വ്യത്യാസം വരും. ആ വ്യത്യാസം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കാം. യൂസ് ദി ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല, backward difference formula and the central difference formula to estimate the velocity of a rocket from the table given below. Hence find the difference in the calculated value of the velocity. Velocity അറിയാലോ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ
ഡെറിവേറ്റീവ് ആണ്, dy/dt ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടൈമും അതുപോലെ ഡിസ്റ്റൻസുമാണ് തരുന്നത്. അതിൻ്റെ കൂടെ കാൽക്കുലേറ്റഡ് വെലോസിറ്റിയും തരുന്നുണ്ട്. ഇപ്പോൾ ടൈം ടിയും ഡിസ്റ്റൻസ് y ട്രൂ വെലോസിറ്റി അതാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ 0 0 ആണ് ടൈമും ഡിസ്റ്റൻസും, അന്നേരം വെലോസിറ്റി 0. പിന്നെ ഓരോ ടൈം 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 4 5 വരെ ഉണ്ട്. വെലോസിറ്റി 0 to 8 18 32 50 അവിടെ കോൺസ്റ്റൻസി ഇല്ല, ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കാൽക്കുലേറ്റഡ് വെലോസിറ്റി കിട്ടുന്നത് 0 4 8 12 16 20 എന്നാണ് കിട്ടുന്നത്. അതിന് നമുക്ക് നമ്മുടെ ന്യൂമറിക്കൽ ഡിഫറൻസിയേഷൻ വെച്ച് ചെയ്തിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പോവുക. അപ്പോൾ നമ്മൾ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല അപ്ലൈ ചെയ്യണം വെലോസിറ്റി കാണാൻ. നമ്പർ 1, യൂസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല. v is dy/dt equal yi plus 1 minus yi/h. h സ്റ്റെപ്പ് സൈസ് ആ ടൈം വ്യത്യാസമാണ്. അപ്പോൾ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല എടുക്കുമ്പോൾ നമ്മൾ ആദ്യ 2 വാല്യൂ എടുക്കണം കേട്ടോ. ആദ്യ 2 വാല്യൂ എടുക്കണം. ഇവിടെ നോക്കി ആദ്യ 2 വാല്യൂ y0 പിന്നെ y2 ടൈം 0 ടൈം 1 അങ്ങനെ എടുക്കണം. ആദ്യ 2 വില എടുക്കണം. ആദ്യ 2 വില എടുക്കുമ്പോൾ yi plus 1 ആ ജസ്റ്റ് താഴെയുള്ള വില എടുക്കണം 2. പിന്നെ yi0 ടൈം 1 സെക്കൻഡ് വ്യത്യാസമല്ലേ വരുള്ളൂ, 1 സെക്കൻഡ് വ്യത്യാസം. അതുകൊണ്ടാണ് നമ്മൾ വെലോസിറ്റി പറയുന്നത് 2 - 0/1 2 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. ഒന്നിട്ട് നോക്കുക ആ വാല്യൂ എടുത്തത്. ഈ കാണുന്ന ടാബുലേഷനിൽ ആദ്യത്തെ y നമ്മൾ yi എന്നെടുത്താൽ അതിന് താഴെയുള്ളത് yi plus 1 എടുക്കണം 2 എന്നുള്ളത്. ഇപ്പോഴത്തെ ടൈം ti 0 എന്ന് എടുത്താൽ ti plus 1 എടുക്കണം. അപ്പോൾ ഡിസ്റ്റൻസ് വ്യത്യാസം കാണുമ്പോൾ 2, ടൈം വ്യത്യാസം 1, ഇപ്പോൾ 2/1 വെലോസിറ്റി 2 എന്ന് കിട്ടും. ഇവിടെ ട്രൂ വെലോസിറ്റി തന്നിരിക്കുന്നത് 0 ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ വെലോസിറ്റി എന്ത് വന്നു? 2 വന്നു. ആ 2 എന്നൊരു ഉത്തരം ഇവിടെ ഇല്ല എന്ന് ഓർത്തോളാം. ഇവിടെ 0 കേസിൽ നമുക്ക് ആ വെലോസിറ്റി തന്നിരിക്കുന്ന 4 എന്നാണ്. പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? നമുക്ക് 2 മീറ്റർ/സെക്കൻഡ് ഉത്തരം കിട്ടി. 0ക്ക് പകരം 2 മീറ്റർ/സെക്കൻഡ് എന്ന ആൻസർ കിട്ടി 0ക്ക് പകരം. ഇനി നോക്കിയേ നമ്പർ 2, യൂസ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല. അവസാനത്തെ 2 വാല്യൂ എടുക്കണം. v is dy/dt is yi minus yi minus 1/h. 15 minus 32/1 that is 18. നമുക്ക് ആ കോളത്തിലേക്ക് പോയിട്ട് നോക്കാം. ലാസ്റ്റ് 2 വാല്യൂ ഇവിടെ 50 32 ആണ്. ഇപ്പോഴത്തെ ടൈം 1 ആണ് വ്യത്യാസം വരുന്നത്. 5 - 4 50 - 32 is equal to 18. ടൈം ഈസ് 1. സോ വെലോസിറ്റി ഈസ് 18/1 18 ആണ്. 18 എന്നൊരു ഉത്തരം ഇവിടെ ഇല്ല. അതിന് പകരം നമുക്ക് 20 ആണുള്ളത്. അപ്പോൾ അതാണ് തന്നിരിക്കുന്ന ട്രൂ വാല്യൂ. ഇതിന് വ്യത്യാസമുണ്ട്. ന്യൂമറിക്കൽ ഡിഫറൻസിയേഷൻ വെച്ച് കണക്കൂട്ടിയ 18-ന്. അപ്പോൾ ലാസ്റ്റ് വാല്യൂ നമ്മുടെ കാൽക്കുലേഷൻ പ്രകാരം വരേണ്ടത് 18 ആണ്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് ക്വസ്റ്റിനകത്ത് 20 ആണ് തന്നിരിക്കുന്നത്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. റൈറ്റ്. ഇനി നമുക്ക് സെൻട്രൽ ഡിഫറൻസ് ഫോർമുല എടുക്കാം. അപ്പോൾ സെൻട്രൽ ഡിഫറൻസ് ഫോർമുല എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് വാല്യൂ കിട്ടും കേട്ടോ. അപ്പോൾ സെൻട്രൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻട്രൽ മാത്രമല്ല, സെൻട്രലിൽ ഒരു 3 വാല്യൂ വരും. ഏതൊക്കെയാണ്? ടാബുലേഷൻ നോക്കുക. ആദ്യത്തെ 2 വാല്യൂ ആണ് നമ്മൾ ആദ്യത്തെ 2 വാല്യൂ ആണ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുലയ്ക്ക് എടുത്തത്. പിന്നെ അവസാനത്തെ 2 വാല്യൂ ആണ് ഈ ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുലയ്ക്ക് എടുത്തത്. പിന്നെ ബാക്കിയുള്ള ഇടയ്ക്കൊരു 4 വാല്യൂ ഇല്ലേ, അതെല്ലാം സെൻട്രൽ ഡിഫറൻസ് എടുക്കാം. 2 8 അല്ലെങ്കിൽ 1 2 എടുക്കാം, 2 3 എടുക്കാം, 4 5 എടുക്കാം. അങ്ങനെ 3 കാൽക്കുലേഷൻ ഉണ്ട്. സെൻട്രൽ ഡിഫറൻസിന് 3 കാൽക്കുലേഷൻ. ടൈം 1 2, ടൈം 2 3, ടൈം 4 5. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് വെച്ചിട്ട് വെലോസിറ്റി കണക്കാക്കുമ്പോൾ 3 വിലകൾ നമുക്ക് കാണാം. ഏതൊക്കെയാണ് വിലയെന്ന് നോക്കി. സെൻട്രൽ ഡിഫറൻസ് ഫോർമുല v is equal dy/dt. നമ്മൾ ആദ്യ സെറ്റ് എടുക്കുകയാണ്. അതിൽ ഫോർമുല yi plus 1 minus yi minus 1/2h 8 - 0. അപ്പോൾ 2 വില ഗ്യാപ്പ് ഇട്ട് എടുക്കാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, 1 സെക്കൻഡ് എടുക്കുന്നതിന് പകരം നമ്മൾ 2 സെക്കൻഡ് എടുത്തിട്ട് ഗ്യാപ്പ് ഇടണം കണ്ടോ. അപ്പോൾ വാല്യൂ നമ്മൾ 0 8 എടുത്താൽ ടൈം 2 എന്ന് കിട്ടും. 2 18 ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ടൈം 2 എന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ആദ്യം കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ സെൻട്രൽ ഡിഫറൻസിൽ 8 0 8 0 എടുക്കുമ്പോൾ നമുക്ക് ടൈം 2h 2 × 1
8/2 4 മീറ്റർ പെർ സെക്കൻഡ്. ആ വാല്യൂ മിക്കവാറും നമുക്ക് തന്നു കാണാം. ഈ സെൻറ്റർ ഡിഫറൻസിൽ കറക്റ്റ് വാല്യൂ ആണ് കിട്ടുന്നത്. തന്നിരിക്കുന്ന നോക്കുന്നത് 4 ആണ് തന്നിരിക്കുന്നത് വെലോസിറ്റി അവിടെ. അടുത്ത 8 ആണ്, അടുത്തത് 16 ആണ്, 18 ആണ്. അതെല്ലാം ഇവിടെ കിട്ടുന്നത് കാണാം നമുക്ക്. ഇപ്പോൾ സെൻട്രൽ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഏകദേശം എല്ലാം കൃത്യമായ വാല്യൂ കിട്ടുന്നുണ്ട്. അടുത്ത ബി, രണ്ടാമത്തെ വെലോസിറ്റി 18 കൊടുക്കുക, ടൈം 2 സെക്കൻഡ്, 2 × 1. v is equal 18 - 2/2h. That is 18 - 2/2 × 1, 16/2, 80 meter per second. അടുത്ത കാൽക്കുലേഷൻ v is equal to 32 - 80/2. That is 24/2, 12 meter per second. ഇനിയുണ്ടൊരു വാല്യൂ, 4 വാല്യൂ ഇല്ല, 4 എടുക്കുക. ഇത് 4ാമത്തെ വാല്യൂ. 4ാമത്തത് v is equal y i + 1 - y i - 1/2h. ലാസ്റ്റ് 2 വാല്യൂ എടുക്കുക. നമ്മൾ ലാസ്റ്റ് 2 എല്ലാം ഗ്യാപ്പിട്ട് എടുക്കണം. ലാസ്റ്റ് 3 വാല്യൂ ആണ് എടുക്കേണ്ടത് ഗ്യാപ്പിട്ട്. 2h വേണ്ട, 2 സെക്കൻഡ് വേണം ടൈം വ്യത്യാസം താഴെ. അപ്പോൾ അവിടെ നമ്മൾ എടുക്കുന്നത് 50 - 18/2 × 1, 32/2, അത് 16. ആ വാല്യൂം കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് ടാബുലേറ്റ് ചെയ്യണം. ആദ്യം 3 കോളം നമുക്ക് തന്നിരിക്കുന്ന ഉത്തരമാണ്. ആ തന്നിരിക്കുന്ന ചോദ്യത്തിൽ വരുന്ന ഡേറ്റകളാണ് ആദ്യത്തെ 3 കോളം. ടൈമും ഡിസ്റ്റൻസും അതുപോലെ ട്രൂ വെലോസിറ്റിയും നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നതാണ്. ലാസ്റ്റ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് 2, 4, 8, 12, 16, 18 നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ആണ്. എന്താണ് ഇതിൽ മനസ്സിലാക്കുന്നത്? ആദ്യത്തേത് നമ്മൾ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തതാണ്. അത് 2 കിട്ടുന്നത്, തന്നിരിക്കുന്നത് 0 ആണ്. അപ്പോൾ അവിടെ വ്യത്യാസമുണ്ട്. ലാസ്റ്റ് നമ്മൾ ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല വെച്ച് കണക്കൂട്ടിയാണ്. അവിടെ നമുക്ക് കിട്ടിയത് 18 ആണ്, തന്നിരിക്കുന്നത് എത്രയാണ്? 20 ആണ്. അവിടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല കാൽക്കുലേഷനിലും ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല കാൽക്കുലേഷനിലും ഒരു വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ സെൻട്രൽ ഡിഫറൻസ് ഫോർമുലയിൽ ഒരു വ്യത്യാസമില്ല. 4ന് 4 തന്നെയാണ്, 8ന് 8 തന്നെയാണ്, അതിനൊന്നും വ്യത്യാസമില്ല. അപ്പോൾ ഒരു ചോദ്യമുള്ളതാണ്, ഈ ന്യൂമറിക്കൽ ഡിഫറൻസിയേഷനിൽ നമ്മൾ 3 ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല, ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല, സെൻട്രൽ ഡിഫറൻസ് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഏതാണ് ഏറ്റവും കൃത്യമായ റിസൾട്ട് തരുന്നത്? അത് കൃത്യമായ റിസൾട്ട് തരുന്നത് സെൻട്രൽ ഡിഫറൻസ് ഫോർമുലയാണ്. അത് മനസ്സിലാക്കണം. അപ്പം അതിൽ നിന്നൊരു ഷോർട്ട് ആൻസർ ചോദിച്ചതായിട്ട്, ഷോർട്ട് ആൻസർ, explain how forward difference table can be constructed out of a set of data given. എങ്ങനെ ഒരു ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് നോക്കി, ഉത്തരം എഴുതേണ്ട രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല എഴുതണം. റൈറ്റ് ദി ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല dy/dt is yi + 1 - yi/h. അപ്പോൾ ആ ഗ്രാഫ് വരച്ചോളണം യൂസിങ് ഗ്രാഫ്. എന്നിട്ട് നമ്മൾ ആ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു എക്സാമ്പിൾ കാണിക്കണം. എക്സാമ്പിൾ മുകളിൽ കാണുന്ന ടാബുലേഷൻ വരച്ചാൽ മതി. മുകളിൽ കാണുന്ന ടാബുലേഷൻ വരച്ചിട്ട് ആദ്യത്തെ 2 ഡേറ്റ വെച്ച് v കണക്കൂട്ടി കാണിക്കണം. നമുക്ക് 2 കിട്ടിയില്ലേ, 2 മീറ്റർ പെർ സെക്കൻഡ്. ആ ഡേറ്റ വെച്ച് 2 മീറ്റർ പെർ സെക്കൻഡ് കിട്ടുന്ന വെലോസിറ്റി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എഴുതി കാണിക്കണം. ആ ടാബിളിൽ കുളം വരച്ചിട്ട് ആ വെലോസിറ്റി, ഡിസ്റ്റൻസ് വെലോസിറ്റി എല്ലാം എഴുതിയിട്ട് ആദ്യത്തെ കാൽക്കുലേഷൻ കാണിക്കണം. അപ്പോൾ 0ക്ക് വരെ 2 കിട്ടുന്ന കാൽക്കുലേഷൻ. അതാണ് ഇതിൻ്റെ ഉത്തരം. That is all with your 57th lecture on digital electronics and computer science. Thank you.